ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എനിക്കൊരു വെഡ്ഡിങ്ങിന് പോകാനുണ്ട്. വെഡ്ഡിങ് നടക്കുന്നത് കണ്ണൂരിലാണ്. സോ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ്റെ മാരേജാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് ട്രെയിൻ വഴി കണ്ണൂരിലെത്തണമെന്നാണ് വിചാരിക്കുന്നത്. സോ ദാറ്റ്സ് ദ പ്ലാൻ. ഞാനൊരു 5:30 എണീറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെ പഫി ആയിട്ട് നിൽക്കുന്നത്. സോ ഞാൻ ഓൾറെഡി എൻ്റെ മേക്കപ്പ് ബേസ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഐ ഷാഡോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചൂടുകാലം ആയതുകൊണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റിൽ കുറേ നേരം നിൽക്കുക എന്നുള്ളതൊരു ടാസ്ക് തന്നെയാണ്. അത് ഞാൻ സോലോ ഒരു 5:40 എന്നെ ഏൽപ്പിച്ചത്. 6 മണിക്ക് തന്നെ പോകണമെന്നാണ് പറയുന്നത്. I didn't have time to get ready properly. So ഒരു ബ്ലൂ അനാർക്കലി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്ലൂ ഐലൈനറാണ് ചെയ്യുന്നത്. ഞാൻ ഇമ്മ ആൻഡ് താത്താൻ്റെ കുട്ടി, ഞങ്ങളങ്ങനെ 4 ആളുമാണ് പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ഇവിടെ അടുത്ത് നെയ്ബറിൻ്റെ ഒരു കല്യാണമുണ്ട്. സോ അവർക്ക് ദൂരത്തേക്കൊന്നും വരാൻ താല്പര്യമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് പോകുന്നത്. എനിക്ക് വെക്കേഷനാണ്. സോ I don't want to sit in my house. ഇവിടുന്ന് പോകുമ്പോൾ ട്രെയിനിനും എന്നിട്ട് വരുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ എളുപ്പം ബസ്സിലും ആയിരിക്കും. നെക്സ്റ്റ് I'm gonna use brush. വിളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഹലോ, കണ്ണൂരിലെത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ വെഡിങ് നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് കാലിക്കറ്റ് വരെ ബസ്സിലും പിന്നെ റെയിൽവേ സ്റ്റേഷനായിട്ട് വേറൊരു ബസ്സും കൂടി ഉണ്ടായിരുന്നു, അതിലും കയറി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ ട്രെയിനിൽ കയറി. ഒരു 1.5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അങ്ങനെ എത്തിയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ മസാല ദോശ കഴിച്ചു, ഇഡ്ഡലി കഴിച്ചു, ഇമ്മ പൂരി കഴിച്ചു, അല്ലു മസാല ദോശ കഴിച്ചു. അല്ലു ഒക്കെ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഉണ്ട്.
അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചൂടെടുക്കും. ഇപ്പൊ ടൈം 10:30 ആയിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ, അത്ര തിരക്കൊന്നും ആയിട്ടില്ല. സോ ആളുകളൊക്കെ ഉണ്ടാവുമ്പോ എനിക്ക് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പൊ ഇവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് നോക്കിയാണ്ട് വന്ന് വ്ലോഗ് എടുക്കാണ്. അപ്പോ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ അങ്ങനെ പോയാൽ പറ്റും. ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? അപ്പൊ ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സ്കൂട്ടി ഇവിടെ നിർത്തിച്ചിട്ടിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നിട്ട് സ്കൂട്ടി എടുത്ത് ഞങ്ങൾ പോകും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വ്ലോഗ്. ബൈ.